ഇൻസ്റ്റഗ്രാം തറന്നോ എല്ലാ കവർപ്പിക്കും ഉമ്മയാണ്. അങ്ങനെ പറയരുത്. ചെയ്താൽ തന്നെ കാണുന്നത് എല്ലാത്തിലും അതെന്താ ഒരു സുഖം, ഒരു മനസുഖം. പ്രേമം, പ്രേമ കൂത്ത് ഫീലിംഗ് ലോൺലി. ചില സമയം നമ്മൾ അങ്ങനെയാണ്. ഒരു ഉമ്മ എങ്ങനെ ഇതിന്റെ ഇടയിൽ നിന്ന് തിരികെ കേട്ടുന്നത്? അത് ഇത് ആ ഒരു ഐഡിയ ആർക്കെപ്പോഴും വരുന്നത് അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സിംഗേഴ്സിനെ പറ്റിക്കല്ലേ ആക്രാന്തം കാണിക്കാതെ ഇത് ആരും എടുത്തോണ്ട് പോകുന്നില്ല. ഒന്ന് എത്ര സിംഗിൾ ടേക്കിൽ എടുക്കും? ഇതില് പ്രത്യേകിച്ച് ടേക്ക് എക്സ്പീരിയൻസ് ആണോ? അവർക്ക് ചേർന്ന ആള് തന്നെയാ. ചില ആൾക്കാർ അറിയില്ലേ ഇപ്പൊ പബ്ലിക്കിൽ ഇടുന്നത് എന്നൊക്കെ പറയുമ്പോ എല്ലാവരും റീസൺ തന്നെയല്ലേ. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. സ്നേഹം കൊണ്ട് അസൈൻ നിങ്ങളെ പോലെ എല്ലാവർക്കും മുഴിഞ്ഞ സ്നേഹ. ഇനി പറ, ചത്തുപോയ ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും? എനിക്കിതൊന്നും കാണാൻ ഞാൻ കണ്ടു. കണ്ടാ ഗൈസ് ഗൈസ് എനിക്ക് നാണം വന്നിട്ട് നാണം വരുന്നു, നാണം എല്ലാം ചെയ്യാം. ഞാൻ വന്നു രമണൻ സാറിന് ഞാൻ വന്നു. Blush ആയോ? ഞാനോ? ഇത് കാണാനൊക്കെ ഇഷ്ടം. ചുരുണ്ട് വെളുത്തു കൊഴുത്ത് നല്ല ഓച്ചിറക്കാളനെ പോലെ ഉണ്ട്, കാണാൻ നല്ല രസാ. അല്ല, ഞാൻ ഇതുവരെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഉരുകിയിട്ടില്ല. ഉരുകണോ? ഞങ്ങള് രാവിലെ മുതൽ വൈകുന്നേരം വരെ സംസാരിച്ചു. എനിക്ക് മനസ്സിലാത്തോണ്ട് ചോദിക്കാം. എല്ലാം പ്രണയിക്കുന്ന ആൾക്കാർ 24 മണിക്കൂറും ഫോൺ ചെയ്തിട്ട് മാത്രം നിങ്ങൾക്ക് എന്ത് സംസാരിക്കാം? ചേട്ടൻ വലിയ സംസാരം പ്രിയനാണല്ലേ? ഡെയിലി സംസാരിക്കാറുണ്ടോ? എനിക്ക് സെറ്റ് ചെയ്യാം. പറഞ്ഞിട്ട് കാര്യമില്ല, ചോദിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. കണ്ടറിഞ്ഞ് തരുമ്പോഴാണ് അതിനൊക്കെ അർത്ഥമുള്ളത്. അത് ലിപ് ലോക്ക് ആണെങ്കിലും കടിച്ചു പറയുകയാണെങ്കിലും. ഇനി ഓക്കെ അല്ലേ? മേലെ എന്നോട് ഇത് ചോദിക്കരുത്. ഇങ്ങനെയാണോ പ്രപ്പോസ് ചെയ്തത്? അല്ല, എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. നീ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. പ്രേമം കണ്ടുപിടിച്ചിരിക്കുന്നത് തന്നെ ഇതിനു വേണ്ടിയാണ്. പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികള് വലിയ വലിയ വീടുകളിൽ പോയി തമ്മിലാട്ടി കല്യാണം കഴിക്കണമെങ്കിൽ മാത്രമേ നോക്കുള്ളൂ എന്ന് പറഞ്ഞു. സപ്പോസ് കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിലോ? തേച്ചിരുന്നെങ്കിലോ? തേക്കില്ല. കാമുകിയാക്കി, പിന്നെ കല്യാണം കഴിച്ച എന്റെ ഭാര്യയാക്കി, എന്റെ കുട്ടികളുടെ അമ്മയാക്കി, അവരുടെ മുത്തശ്ശിയാക്കി, മുതുമുത്തശ്ശിയാക്കി, നിന്റെ വായിലെ പല്ല് മുഴുവൻ തേച്ചിരുന്നെങ്കിൽ ആലോചിച്ചോക്കെ. ഇമാജിൻ തേച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? പറഞ്ഞതൊക്കെ സത്യം. ഞാൻ പോയി തല്ലിക്കൊല്ലും. പക്ഷെ ഇപ്പോ ഈ ഭൂമിയിലുള്ള മറ്റൊന്നിനു വേണ്ടിയും മാധവൻ നിന്നെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഒരു റിലേഷൻഷിപ്പിലായിട്ടും ഫ്രണ്ട് ആവാം. അങ്ങനെ കാണുന്നില്ല. എന്ത് കണ്ടു? നിങ്ങൾ എന്തിനാ ഇങ്ങനെ സിംഗേഴ്സിനെ വഴിതെറ്റിക്കുന്നേ? എനിക്ക് കുട്ടിയെ കല്യാണം കഴിക്കണം, അല്ലാതെ വേറെ ഒന്നും കഴിക്കില്ല, മനസ്സിലായടാ? അതുകൊണ്ടൊരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയാ, ഇത്തിരി ലേറ്റ് ആയാലും ഞാൻ നിന്നെ കൊണ്ടേ പോകൂ.